ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടോ? ഞാൻ പറഞ്ഞ ഇപ്പൊ കോൺഗ്രസിനെ കുറിച്ച് പറയേണ്ട ഒരുപാട് പേരുകളുണ്ട്. ഇപ്പൊ ഇടതുപക്ഷമാണെങ്കിൽ ഒരു പിണറായിയുടെ മുഖം മാത്രമാണ്. അങ്ങനെ ഉണ്ടോ ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ? ഞങ്ങള് ഒരു കാര്യം സത്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന സ്റ്റേറ്റ് ഭരിക്കുന്നത് ബി ജെ പി. അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അവിടെ ബി ജെ പി ഭരിക്കുമ്പോൾ മുൻകൂട്ടി ഒരിക്കലും മുഖ്യമന്ത്രിനെ ഉയർത്തിക്കാട്ടിയിട്ടോ ഒരു വ്യക്തിനെ ഉയർത്തിക്കാട്ടിയിട്ടല്ല ചെയ്യാറ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യും. അവിടുത്തെ ആവശ്യം എങ്ങനെയാണോ അങ്ങനെ ഉയർത്തിക്കൊണ്ടാണ് ചെയ്യാറ്. ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ ഭരണം പിടിച്ചു, ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒരാളല്ലേ പെട്ടെന്ന് പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാധാരണക്കാരനും അവനിവിടെ അവസരങ്ങളുണ്ട്. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിനെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, സ്വപ്നം കണ്ടിട്ടില്ല. ഞാൻ വേറൊരു പാർട്ടിയിലാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എനിക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, കാണാനും സംസാരിക്കാനും പറ്റി. അത് ഈ സംഘടനാ സംവിധാനത്തിനകത്തുള്ളതുകൊണ്ടാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി എൻ്റെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി എൻ്റെ ഒപ്പം വന്ന് നോമിനേഷൻ കൊടുക്കുന്ന അദ്ദേഹമാണ് എൻ്റെ ഒപ്പം വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ ശോഭ കരന്ദലജ കേന്ദ്രമന്ത്രി എൻ്റെ പരിപാടിക്ക് വരുന്നു. പിന്നെ അടുത്ത ദിവസം ഇവിടുത്തെ കിരൺ റിജിജു അദ്ദേഹം വരുന്നു, 4-ാം തീയതി ചേലക്കരയിൽ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദേശീയ നേതാക്കളൊക്കെ സാധാരണക്കാരുടെ അടുത്തേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ വിശ്വസിക്കുന്ന സംഘടനാ സംവിധാനത്തിൽ അങ്ങനെ നടക്കുന്നുള്ളൂ. ഇപ്പോ ഒരുപാട് ക്രിസ്ത്യൻ അന്ന് ഒരുപാട് പേര് ബി ജെ പിയിലോട്ട് വന്നത്. പക്ഷെ അപ്പോഴാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ മറ്റേ FCRA ഒക്കെ ചർച്ചകൾ നടക്കുന്നത്. അത് ഈ ഇലക്ഷനെ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? അത് ഇടതുപക്ഷവും UDF ആയാലും അവരത് പൊക്കിക്കൊണ്ട് ഇപ്പൊ വരുന്നുണ്ടല്ലോ. രാജ്യത്തിന് നല്ലൊരു കാര്യം ചെയ്താൽ അതിനെതിരെ എന്തെങ്കിലും പറയുന്ന ആളുകളാണ് UDF. അവർക്ക് വേറൊന്നും പറയാനില്ല. എന്തെങ്കിലും ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് വികസനത്തെ ഉയർത്തിക്കൊണ്ടാണ് അവർക്ക് വോട്ട് ചോദിക്കാൻ പറ്റുക? കേന്ദ്രത്തിൽ ഭരണമില്ല, കേരളത്തിൽ ഭരണമില്ല, അവർക്ക് എന്താ എവിടെ ഉള്ളത്? അപ്പൊ അവർക്ക് എന്തെങ്കിലും ഉയർത്തി കാണിക്കണമെങ്കിൽ, എന്തെങ്കിലും പറയണമെങ്കിൽ അപ്പൊ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു പഠിക്കാതെ എന്ത് കണ്ടാലും നഖശികാന്തം എതിർക്കുക. അത് മുമ്പ് ഇടതുപക്ഷം പ്രതിപക്ഷത്താവുമ്പോരിക്കുന്ന സ്വഭാവമാണത്. അവരെ സംബന്ധിച്ച് അങ്ങനെയാണ്, എന്ത് വന്നാലും എതിർക്കുക. അങ്ങനെ എതിർക്കപ്പെട്ടിട്ടല്ല, നല്ലതാണെങ്കിൽ അത് ഇരുന്ന് ആലോചിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഇരുന്ന് പരിഹരിക്കണം. പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പൊ നല്ലതാണെങ്കിൽ നടപ്പിലാക്കാൻ ഒരുമിച്ച് കൊണ്ടാണ്. അതാണല്ലോ ഭരണ സംവിധാനം. ഞാൻ എൻ്റെ പഞ്ചായത്തിൽ ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുമ്പോൾ അവിടുത്തെ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും ആളുകൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നു. അതൊരു പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അവരുടെ അഭിപ്രായങ്ങളെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതിനുശേഷം ഞങ്ങൾ ഭരണ സംവിധാനത്തിനകത്തേക്ക് പോകുള്ളൂ, പഞ്ചായത്ത് മീറ്റിങ്ങിനകത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിന് വ്യക്തമായ തീരുമാനം ഉണ്ടാവും. ഇത് തിരുവില്ലാതെ നടപ്പിലാക്കിയാൽ നല്ലതാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ? ആ കുറവുകൾ പരിഹരിക്കാൻ തയ്യാറാണ്. നമ്മളതാണല്ലോ ആവശ്യം. എല്ലാവരുടെയും ആത്യന്തികമായ ആവശ്യം എന്താ? ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ ചേലക്കരയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഞാൻ ജയിക്കുക പറഞ്ഞാൽ ഇവിടുത്തെ വികസനം മാത്രമല്ല ഞാൻ ഉന്നയിക്കേണ്ടത്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിനെങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? എന്തൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും? അതൊക്കെ നടപ്പിലാക്കലാണ് അവിടെ ആവശ്യം. അതിനകത്ത് എന്തെങ്കിലും അതിനെ നഖശികാന്തം എതിർക്കല്ല വേണ്ടത്. അതിനെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കാൻ ഒരുമിച്ചിരിക്കല്ലേ വേണ്ടത്. ഇന്ന പോലെ ഒരു കുറവുണ്ട്, കുറവുകൾ പരിഹരിക്കണം, പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പൊ തൊട്ടടുത്താണ് പാലക്കാട്, അതുപോലെ തന്നെ ഒറ്റപ്പാലം. എല്ലായിടത്തും സ്ട്രോങ് മത്സരങ്ങളാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നു, അപ്പുറത്താണെങ്കിലും രമേശ് പിഷാരടി പോലെയുള്ളവർ ഒറ്റപ്പാലത്ത് മേജർ രവി നിൽക്കുന്നു. അവിടത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് കാണുന്നത്? പാലക്കാട് കഴിഞ്ഞ 2021 അവസാനം എന്താ പറയുക, ചെറിയ വ്യത്യാസത്തിനാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് ഭയങ്കരമായിട്ട് താഴോട്ട് പോയി. ഇപ്പൊ അടുത്തതാണ്, അതെങ്ങനെ കാണുന്നത്? ആ ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് താഴോട്ട് പോയി എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ടോ? പാലക്കാട് തൊട്ടടുത്തായതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നേരത്തെ പറഞ്ഞു വേറൊന്നുമല്ല, ഉപതെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും താഴോട്ട് പോയിട്ടുണ്ട്. അതിലിപ്പോ ആകെ ചരിത്രത്തിൽ 1, 2, 3 പേര് മാത്രമാണ് വോട്ട് ഉയർത്തിയിട്ടുള്ളൂ. അപ്പൊ ആ വോട്ട് ഉയർത്തിയ ഒരു വ്യക്തിയാണ് പാലക്കാട് മത്സരിക്കുന്നത്. അതുകൊണ്ട് വിജയിക്കുന്നതിൽ യാതൊരു സംശയമില്ല, 100% വിജയിക്കും. ഏകപക്ഷീയമായ ഒരു വിജയമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. LDF സ്ഥാനാർത്ഥി പ്രാവശ്യം കുറച്ച് വീക്കായിട്ടാണ് സ്ഥാനാർത്ഥിയാണെന്ന്, അത് UDF ജയിപ്പിക്കാനാണെന്നും പറയുന്നുണ്ട്. അല്ല, ഇതില് BJP വരരുത് എന്ന് ആഗ്രഹിക്കുന്ന 2 പേരാണ് ഇവര്. 2 പേരും ചേർന്നിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിപ്പോ എനിക്ക് ചേലക്കരയിൽ പോലും ആ സംശയമുണ്ട്. ഇനി ഒരിക്കലും
കോൺഗ്രസിന് ജയിക്കാൻ പറ്റില്ല. അപ്പം മുസ്ലിം ലീഗിന് കൊടുക്കുക. എന്നാൽ മുസ്ലിം ലീഗിന് ഇവിടെ ശക്തി ഉണ്ടാവും. ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഇല്ല മുസ്ലിം ലീഗിന്. ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത മുസ്ലിം ലീഗിന് ഈ മണ്ഡലം കൊടുത്തിരുന്നെങ്കിൽ കൊടുത്തത്, അതിന്റെ പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇനി അവർ ജയിക്കില്ല. എന്തായാലും BJP വളരാൻ അനുവദിക്കരുത്. ഇടതുപക്ഷത്തിന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയിക്കൂടെ? അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനത്തെ സംഭവിക്കാം. അപ്പൊ അത് ഇവിടെ ഡീലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും BJPക്ക് ശക്തിയുള്ള സ്ഥലത്ത് ഒന്നിക്കുന്നത് തന്നെയാണ് ഡീല്. അതിൽ യാതൊരു സംശയം വേണ്ട, അത് കറക്റ്റാണ്. അത് തന്നെയാണ് ചേലക്കരയിൽ സംഭവിക്കാൻ പോകുന്നത് അവിടെ. പക്ഷെ ഇവിടെ BJP സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇതിനെ മറികടക്കാനുള്ള ശക്തിയും ആർജവും BJP. കോൺഫിഡൻസ് ആണ്, 100% കോൺഫിഡൻസ്.